പ്രിഡിക്കേറ്റ്സും അതുപോലെ തന്നെ ക്വാണ്ടിഫിക്കേഷനിൽ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് എന്താണെന്നും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സ് എന്താണെന്നുള്ളതുമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതായത് പ്രിഡിക്കേറ്റ് ലോജിക് എന്നുള്ള ഏരിയ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ വരുന്ന പ്രോബ്ലമാണ് റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് സിംബോളിക്കലി. ഫസ്റ്റ് വൺ, ഓൾ ആപ്പിൾസ് ആർ ഗ്രീൻ. സെക്കൻഡ് വൺ, സം സ്റ്റുഡൻസ് ആർ ഇൻ്റലിജൻറ്റ്. ഫസ്റ്റ് വൺ, ഓൾ ആപ്പിൾസ് ആർ ഗ്രീൻ. അപ്പോൾ സിംബോളിക്കലി നമുക്കിതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യം യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ്, ഇത് ഏതാ എടുക്കുക നമ്മൾ? യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ആപ്പിൾ അല്ലേ. യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ആപ്പിൾ. ലെറ്റ് എക്സ് ബി ആൻ ആർബിട്രറി ആപ്പിൾ എന്നെടുത്തു. ഓക്കെ, ലെറ്റ് എക്സ് ബി ആൻ ആർബിട്രറി ആപ്പിൾ, ഏതും ആവാം അല്ലേ. ദെൻ പ്രിപ്പോസിഷണൽ ഫംഗ്ഷൻ, അതായത് പി ഓഫ് എക്സ്. നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് സച്ച് ദാറ്റ് എങ്ങനെ എഴുതാം? ദ ആപ്പിൾ എക്സ് ഈസ് ഗ്രീൻ എന്ന് എഴുതാം അല്ലേ. ദ ആപ്പിൾ എക്സ് ഈസ് ഗ്രീൻ. നമ്മൾ ചൂസ് ചെയ്യാണ് ഒരു ആർബിട്രറി ആപ്പിൾ. അപ്പോൾ ആ ആപ്പിൾ എന്താവാം? എക്സ് എന്നുള്ളത് അത് ഏതോ ആയിക്കോട്ടെ, അത് എന്താവാം? ഗ്രീൻ തന്നെയാണ് അല്ലേ. ഗ്രീൻ ആണ്. ഓൾ ആപ്പിൾസ് എന്താണ്? ഗ്രീൻ ആണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് ഏതായാലും അതെന്തായിരിക്കും? ഗ്രീൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്ന് എങ്ങനെ പറയാം? ഏതൊന്ന് നമ്മൾ സെലക്ട് ചെയ്താലും അതൊക്കെ എന്താണ്? ഗ്രീൻ ആണ് അല്ലേ. അതായത് ഫോർ എവരി എക്സ്, ഏത് എക്സ് സെലക്ട് ചെയ്താലും ഫോർ എവരി എക്സ് എക്സ് ഈസ് എ ഗ്രീൻ അല്ലേ. എക്സ് എന്താണ് കളർ വരുന്നത്? ഗ്രീൻ കളറാണ് അല്ലേ. ഗ്രീൻ ആപ്പിളാണ്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ അല്ലേ. ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് എഴുതാം അല്ലേ. പി ഓഫ് എക്സ് എന്താണ്? പി ഓഫ് എക്സിൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും. അതായത് നമുക്ക് എന്തെഴുതാം? യൂസിങ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സ് ദിസ് ക്യാൻ ബി സിംബലൈസ്ഡ് ആസ് എങ്ങനെ എഴുതാം? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് അല്ലേ. ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം അല്ലേ. അതായത് ഇങ്ങനെ നമുക്ക് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓൾ ആപ്പിൾസ് ആർ ഗ്രീൻ എന്നാണ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ ആപ്പിൾസ് ആയിരിക്കും അല്ലേ. ലെറ്റ് എക്സ് എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ആപ്പിളാണ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് എക്സ് എന്നുള്ള പ്രിപ്പോസിഷണൽ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് സച്ച് ദാറ്റ് ദ ആപ്പിൾ എക്സ് ഈസ് ഗ്രീൻ. അപ്പോൾ നമ്മൾ ഏതൊരു ആപ്പിൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതെന്താണ്? ഗ്രീൻ ആണ് അല്ലേ. അതാണ് ഫോർ എവരി എക്സ് എക്സ് ഈസ് ഗ്രീൻ. ദാറ്റ് ഈസ് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. ദാറ്റ് ഈസ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. നമുക്കതിനെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? സം സ്റ്റുഡൻസ് ആർ ഇൻ്റലിജൻറ്റ്. അപ്പോൾ അതെങ്ങനെ വരും? സം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എല്ലാവരും ഇല്ല. സം സ്റ്റുഡൻസ് ആർ ഇൻ്റലിജൻ്റ് ആണ്. യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്താ വരിക? യൂണിവേഴ്സ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ പെർട്ടിക്കുലർ ക്ലാസ് അല്ലേ. ഒരു പെർട്ടിക്കുലർ ക്ലാസ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ സ്റ്റുഡൻസിൻ്റെയും കളക്ഷനാണ് ഇത് വരുന്നത്. യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് വരുന്നത് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ പെർട്ടിക്കുലർ ക്ലാസ് അല്ലേ. പെർട്ടിക്കുലർ ക്ലാസ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ലെറ്റ് എക്സ് നമുക്ക് എങ്ങനെ എടുക്കാം? ലെറ്റ് എക്സ് ബി ആൻ ആർബിട്രറി സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് അല്ലേ. ലെറ്റ് എക്സ് ബി ആൻ ആർബിട്രറി സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. ഓക്കെ, ഇൻ ദ പെർട്ടിക്കുലർ ക്ലാസ് അല്ലേ. ഇൻ ദ ക്ലാസ്. ദെൻ ഇവിടെ പി ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂസ് ചെയ്തതുകൊണ്ട് ഇവിടെ നമുക്ക് ക്യൂ ഓഫ് എക്സ് എന്നുള്ള പ്രിപ്പോഷണൽ ഫംഗ്ഷൻ കൊടുക്കാം. ക്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് എങ്ങനെ നമുക്ക് ക്യൂ ഓഫ് എക്സ് എഴുതാം? ക്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഇൻ്റലിജൻറ്റ്. എക്സ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് എന്താണ്? ഇൻ്റലിജൻ്റ് ആണ് അല്ലേ. സ്റ്റുഡൻറ്റ് ഈസ് എക്സ് ഈസ് ഇൻ്റലിജൻറ്റ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ നമുക്ക് ഈ സെൻറ്റൻസിനെ എങ്ങനെ മാറ്റി എഴുതാം? അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് സം സ്റ്റുഡൻസ് ആർ ഇൻ്റലിജൻ്റ് ആണ്. എല്ലാവരും ഇല്ല അല്ലേ. കുറച്ച് പേര് സം സ്റ്റുഡൻസ് ആർ ഇൻ്റലിജൻ്റ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഒരാളെങ്കിലും ഉണ്ടായിരിക്കും ഇൻ്റലിജൻ്റ് ആയിട്ട് അല്ലേ. അതായത് ദർ എക്സിസ്റ്റ് ആൻ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഇൻ്റലിജൻറ്റ്. ഓക്കെ, ദർ എക്സിസ്റ്റ് ആൻ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഇൻ്റലിജൻറ്റ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ, ഇങ്ങനെ എഴുതാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദർ എക്സിസ്റ്റ് ആൻ എക്സ് സച്ച് ദാറ്റ് അല്ലേ. ദർ എക്സിസ്റ്റ് ആൻ എക്സ് സച്ച് ദാറ്റ് ക്യൂ ഓഫ് എക്സ് ഈസ് ട്രൂ അല്ലേ. ക്യൂ ഓഫ് എക്സ് ട്രൂ ആവുന്ന ടൈപ്പിൽ ഒരെക്സെങ്കിലും എക്സിസ്റ്റ് ചെയ്തിരിക്കും അല്ലേ. അതായത് ഇതിന്ന് നമുക്ക് എന്തെഴുതാം? അതായത് ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? യൂസിങ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് അല്ലേ. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാ അതുമാണ്. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞാൽ
ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ദർ എക്സിസ്റ്റ് ആൻഡ് എക്സ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് ആണ്. ആൻഡ് ദിസ് ക്യാൻ ബി സിംബിളൈസ്ഡ് ആസ് ദർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് സിംബോളിക്കലി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. റീറൈറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് സിംബോളിക്കലി വേർ യു ഡി കൺസിസ്റ്റിംഗ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്താണെന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ എന്താണ് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എഴുതാനാണ്. അപ്പോൾ ഇവിടെ ദ പ്രൊഡക്റ്റ് ഓഫ് എനി 2 റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ ഈസ് പോസിറ്റീവ്. അതായത് നേരത്തെ നമ്മൾ യൂണറി പ്രെഡിക്കേറ്റ് ആയിരുന്നു എഴുതിയിരുന്നത് അല്ലേ, അതായത് ഒരൊറ്റ വേരിയബിൾ ആയിരുന്നു വന്നിരുന്നത്. ബട്ട് ഇവിടെ ബൈനറിയാണ്, 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ദ പ്രൊഡക്റ്റ് ഓഫ് എനി 2 റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ ഈസ് പോസിറ്റീവ്, അതാണ് ഫസ്റ്റ് വൺ നോക്കേണ്ടത്. അപ്പോൾ അതാദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്ക്, ദ പ്രൊഡക്റ്റ് ഓഫ് എനി 2 റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ ഈസ് പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സിൻ്റെയും വൈ അത് രണ്ടും എന്താണ്, റിയൽ നമ്പേഴ്സാണ്. അതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എന്താണെന്നാണ് പറയുന്നത്, ഈസ് പോസിറ്റീവ് അല്ലേ, അതായത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം, ലെറ്റ് എക്സ് ആൻഡ് വൈ ബി എനി 2 റിയൽ നമ്പേഴ്സ് അല്ലേ, എനി 2 റിയൽ നമ്പേഴ്സ്. ദെൻ ഇവിടെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് വൈ. നമുക്ക് ആദ്യം പി ഓഫ് എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്യുക. അതായത് പി ഓഫ് എക്സ് വൈ എന്നുള്ള പ്രെഡിക്കേറ്റ് ബൈനറി പ്രെഡിക്കേറ്റ് ആണ് അല്ലേ. പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഡിഫൈൻഡ് ബൈ പി ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0. അതായത് എക്സ് വൈ എന്നുള്ള 2 റിയൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് പറയുന്നത്, പോസിറ്റീവ്, അതായത് അത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ് പറയുന്നത്. ദെൻ നമുക്കിവിടെ എങ്ങനെ എഴുതാം, ഫോർ എവരി റിയൽ നമ്പർ എക്സ് ആൻഡ് വൈ ദ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. ദാറ്റ് ഈസ് ഫോർ എവരി എക്സ് ആൻഡ് വൈ പി ഓഫ് എക്സ് വൈ ഈസ് ട്രൂ എന്ന് എഴുതാം. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെ എഴുതാം, ഫോർ എവരി, ഇത് എല്ലാത്തിനും ട്രൂ ആണ് അല്ലേ. ഫോർ എവരി റിയൽ നമ്പർ എക്സ് ആൻഡ് വൈ ദയർ പ്രൊഡക്റ്റ് അല്ലേ, വേർഡ്സിൽ എഴുതാം, ദയർ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ, 0-നേക്കാളും ഗ്രേറ്റർ ആണ്. അതായത് നമുക്ക് എന്ത് എഴുതാം, ദാറ്റ് ഈസ് ഫോർ എവരി എക്സ് ആൻഡ് വൈ പി ഓഫ് എക്സ് വൈ എന്താണെന്ന് എഴുതാം, പി ഓഫ് എക്സ് വൈ ഈസ് ട്രൂ എന്ന് എഴുതാം അല്ലേ. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ആണ് അല്ലേ. യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ സിംബോളൈസ് ചെയ്യാം, ഫോർ ഓൾ എക്സ് ആൻഡ് ഫോർ ഓൾ വൈ അല്ലേ, ഫോർ ഓൾ എക്സ് ആൻഡ് ഫോർ ഓൾ വൈ പി ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ട്രൂ ഫോർ എവരി എക്സ് ആൻഡ് വൈ. അപ്പോൾ ഇങ്ങനെയായിരുന്നു വന്നിരുന്നത് അല്ലേ. ഇപ്പോൾ നേരത്തെ നിന്ന് വ്യത്യാസമൊന്നുമില്ല. അവിടെ ഒരൊറ്റ പ്രെഡിക്കേറ്റ്, ഒരൊറ്റ വേരിയബിൾ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇതിന് പകരം ഇവിടെ 2 വേരിയബിൾ വരുന്നു എന്നുള്ളൂ. അതായത് ബൈനറി പ്രെഡിക്കേറ്റ് ആണ്. നെക്സ്റ്റ് അതുപോലെ സെക്കൻഡ് പ്രോബ്ലം നോക്കി. ഇവിടെ there are real numbers x and y such that x is equal to 2y. അപ്പോൾ there are real numbers എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് x and y എന്ന് പറയുന്നത്, such that എന്താണ് കണ്ടീഷൻ, x is equal to 2y ആവുന്ന ടൈപ്പിൽ x y എന്നുള്ള റിയൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഉണ്ടായിരിക്കുമോ, ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ, there are എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഇവിടെ എന്തായിരിക്കും വരുന്നത്, എക്സിസ്റ്റൻഷ്യൽ ആയിരിക്കുമോ യൂണിവേഴ്സൽ ആയിരിക്കുമോ, എക്സിസ്റ്റൻഷ്യൽ ആയിരിക്കും അല്ലേ, അത് ഷുവറാണ് എക്സിസ്റ്റൻഷ്യൽ ആയിരിക്കും എന്നുള്ളത്. ബി ലെറ്റ് എക്സ് ആൻഡ് വൈ ബി എനി 2 റിയൽ നമ്പേഴ്സ് അല്ലേ, ബി എനി 2 റിയൽ നമ്പേഴ്സ്. ലെറ്റ് ദ പ്രെഡിക്കേറ്റ്, ഇപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് വൈ നമ്മൾ എടുത്തുകൊണ്ട് ക്യൂ ഓഫ് എക്സ് വൈ എന്ന് കൊടുക്കാം. ക്യൂ ഓഫ് എക്സ് വൈ ബി ഡിഫൈൻഡ് ബൈ, എങ്ങനെ എഴുതാം, ക്യൂ ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് ക്യൂ ഓഫ് എക്സ് വൈ is equal to, ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്, എക്സ് is equal to 2y എന്നുള്ളതാണ് അല്ലേ. അതായത് ക്യൂ ഓഫ് എക്സ് വൈ is equal to എക്സ് is equal to 2y എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിനെ എങ്ങനെ മാറ്റി എഴുതാം, there exist റിയൽ നമ്പേഴ്സ് അല്ലേ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, there exist റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് എന്താണ്, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, there exist അല്ലേ, എക്സിസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാം, there exist റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് ക്യൂ ഓഫ് എക്സ് വൈ ഈസ് ട്രൂ. ഓക്കെ, there exist റിയൽ നമ്പേഴ്സ്
x and y such that q of xy is true. ഓക്കെ, ക്യൂ ഓഫ് എക്സ് വൈ ട്രൂ ആവുന്ന ടൈപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ദർ എക്സിസ്റ്റ് എക്സ്, ദർ എക്സിസ്റ്റ് വൈ, ക്യൂ ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഈ മൂന്നാമത്തേത് നോക്കൂ. ഫോർ ഈച്ച് റിയൽ നമ്പർ എക്സ് ദർ ഈസ് സം റിയൽ നമ്പർ വൈ സച്ച് ദാറ്റ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്ക്, ഈ രണ്ട് പ്രോബ്ലത്തിലും, നേരത്തെ ചെയ്ത രണ്ട് പ്രോബ്ലത്തിലും ഒന്നെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സോ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ഏതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്തത്. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ഫോർ ഈച്ച് റിയൽ നമ്പർ, ഏത് റിയൽ നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സം നമ്പർ വൈ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒന്ന് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സച്ച് ദാറ്റ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നമ്മളിവിടെ യൂണിവേഴ്സലും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യലും രണ്ടും കൂടെ വരുന്നില്ലേ? രണ്ടും വരുന്നുണ്ട് അല്ലേ. അതായത് നമുക്കിവിടെ എങ്ങനെ എഴുതാം? ലെറ്റ് എക്സ് വൈ ബി ടു റിയൽ നമ്പേഴ്സ് അല്ലേ. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ടു റിയൽ നമ്പേഴ്സ്. ഓക്കെ, ദെൻ ദ പ്രിഡിക്കേറ്റ്സ് ആർ ഓഫ് എക്സ് വൈ എന്ന് എടുക്കാം. ഓക്കെ, പിയും ക്യൂവും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് ആർ ഓഫ് എക്സ് വൈ ഇസ് ഡിഫൈൻഡ് ബൈ, ആർ ഓഫ് എക്സ് വൈ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. ദെൻ നമുക്കിവിടെ ഈ സെൻറ്റൻസിനെ എങ്ങനെ എഴുതാം? ഫോർ എവരി റിയൽ നമ്പർ എക്സ് അല്ലേ. ഏതൊരു റിയൽ നമ്പർ എക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും, ഫോർ എവരി റിയൽ നമ്പർ എക്സ്, ഏതൊരു റിയൽ നമ്പർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും വരുന്നത്? ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ വൈ അല്ലേ. അങ്ങനെയാണ് പറയുന്നത്. ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊരു റിയൽ നമ്പർ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വൈ എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ വൈ സച്ച് ദാറ്റ്, എന്താണ് കണ്ടീഷൻ? എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ. ഇങ്ങനെ ആവുന്ന ടൈപ്പിൽ എക്സിസ്റ്റ് ചെയ്യും. അതായത് ഒന്നും കൂടെ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? ഫോർ എവരി റിയൽ നമ്പർ എക്സ് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ വൈ സച്ച് ദാറ്റ് ആർ ഓഫ് എക്സ് വൈ ഈസ് ട്രൂ. ഓക്കെ, അങ്ങനെ എഴുതാം. അതായത് നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഫോർ എവരി എക്സ് ആൻഡ് ദർ എക്സിസ്റ്റ് വൈ അല്ലേ. ഫോർ എവരി എക്സ് ഉണ്ട് ആൻഡ് ദർ എക്സിസ്റ്റ് വൈ, ആർ ഓഫ് എക്സ് വൈ. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്ന കേസ് മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ഈ നാലാമത്തതും വരുന്നത്. ദർ ഈസ് എ റിയൽ നമ്പർ എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വൈ ഫോർ എവരി റിയൽ നമ്പർ വൈ. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ദർ ഈസ് എ റിയൽ നമ്പർ എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം യൂസ് ചെയ്യുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് ആണ്, അതിന് ശേഷമാണ് യൂണിവേഴ്സൽ വരുന്നത്. അതായത് ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. ദർ എക്സിസ്റ്റ് എക്സ് ഫോർ ഓൾ വൈ, ആർ ഓഫ് എക്സ് വൈ എന്നുള്ളതിന് പകരം നമുക്ക് എസ് ഓഫ് എക്സ് വൈ എന്നെന്തെങ്കിലും കൊടുക്കുക. എസ് ഓഫ് എക്സ് വൈ. ഇങ്ങനെയായിരിക്കും ഈ നാലാമത്തത് വരുന്നത്, സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫോർ ഓൾ എക്സ് ഫോർ ഓൾ വൈ പി ഓഫ് എക്സ് വൈ അല്ലേ. രണ്ടാമത്തതോ? ഫോർ ഓൾ എക്സ് ദർ എക്സിസ്റ്റ് എക്സ് ആൻഡ് ദർ എക്സിസ്റ്റ് വൈ അല്ലേ. ഇങ്ങനെയാണ് എടുത്തത്, ക്യൂ ഓഫ് എക്സ് വൈ. ഓക്കെ, അതുപോലെ മൂന്നാമത്തത് എന്തായിരുന്നു? ഫോർ ഓൾ എക്സ് ആൻഡ് ദർ എക്സിസ്റ്റ് വൈ, ആർ ഓഫ് എക്സ് വൈ. ഓക്കെ, ലാസ്റ്റ് വൺ ദർ എക്സിസ്റ്റ് എക്സ് ഫോർ ഓൾ വൈ, എസ് ഓഫ് എക്സ് വൈ. അപ്പം ഇങ്ങനെ നമുക്ക് ഇതിനെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് പി ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ആൻഡ് ദ യു ഡി അല്ലേ, യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഡിറ്റർമൈൻ ട്രൂത്ത് വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് പ്രിപ്പോസിഷൻ. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് എന്നുള്ള രണ്ട് പ്രിപ്പോസിഷൻ തന്നിട്ടുണ്ട് അല്ലേ. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവിടെ താഴെ തന്നിട്ടുള്ള ഈ നാലെണ്ണത്തിൻ്റെയും ട്രൂത്ത് വാല്യൂ എഴുതാനാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? അതായത് ഫോർ ഓൾ എക്സ് നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ്, ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ആണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് എന്താ തന്നിട്ടുണ്ട്? പി ഓഫ് എക്സ് വെച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എക്സ് എന്നുള്ളതാണ് പി ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ ആദ്യം എടുക്കണം. നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെഗേഷൻ എന്താ വരിക? എക്സ് സ്ക്വയർ ലെസ് ദാൻ എക്സും അതുപോലെ തന്നെ ഈക്വൽ ടു എന്നുള്ള അല്ലേ, ഈ കേസ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടി. ദെൻ ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ഇത് ട്രൂ ആണ് ഫോൾസ് ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എക്സിന് മറ്റേത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും, അതായത് എക്സിന് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിക്കോട്ടെ, യു ഡി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ ഏത് വാല്യൂ നമ്മൾ എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും?
4<2 എന്ന് വരും അല്ലേ? അത് കറക്റ്റ് ആണോ? തെറ്റാണ് അല്ലേ? അതായത് ഫോർ ഓൾ എക്സ്, ഏത് വാല്യൂ എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഫോർ ഓൾ എക്സ് നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ഈസ് ഫോൾസ് അല്ലേ? എന്താണ് പറയുക? ഈസ് ഫോൾസ്. അതായത് ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ നമുക്ക് എന്താന്ന് പറയാം? ഫോൾസ് ആണെന്ന് പറയാം അല്ലേ? ഫോർ ഓൾ എക്സ് നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ഈസ് ഫോൾസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരുന്നത്? ഫോൾസ് ആണ്. അതുപോലെ സെക്കൻഡ് വൺ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണെന്ന് കിട്ടി? ഫോൾസ് ആണെന്ന് കിട്ടി അല്ലേ? അതുപോലെ സെക്കൻഡ് വൺ എന്താണ്? ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഡിസ്ജങ്ഷൻ ക്യൂ ഓഫ് എക്സ്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എക്സ് ആണ്, ആൻഡ് ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഡിസ്ജങ്ഷൻ എടുത്തിട്ട് ദർ എക്സിസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എക്സ് വെച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എക്സ് ആണ്, ആൻഡ് ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ് അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്ജങ്ഷൻ ആണ് അല്ലേ? ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഡിസ്ജങ്ഷൻ ക്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് ഇതെന്താ വരിക? എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എക്സ് ഓർ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ്. ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി അല്ലേ? ഒന്നെങ്കിൽ എക്സ് സ്ക്വയർ എക്സിനോട് ഈക്വൽ ആയാൽ മതി, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്തായാൽ മതി? ഗ്രേറ്റർ ദാൻ എക്സ് ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് പി ഓഫ് എക്സ് ഡിസ്ജങ്ഷൻ ക്യൂ ഓഫ് എക്സ് ഈസ് ട്രൂ. ഇത് എപ്പോഴാണ് ട്രൂ ആവുക? ഈസ് ട്രൂ ഇഫ് there exists an integer x such that x square greater than x or x square equal to x അല്ലേ? ഈ കേസിലാണ് ഇത് ട്രൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കും, നമ്മൾ എക്സിന് നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂ there exist ആണ് അല്ലേ? there exist ഇൻറ്റിജർ എക്സ് ആണ്. അപ്പോൾ എക്സിന് നമ്മളിവിടെ സപ്പോസ് ഒരു 3 കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 3 സ്ക്വയർ എന്ത് വരും? 3 സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 3 അല്ലേ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 3. ദെൻ ദ ഗിവൺ പ്രിപ്പോസിഷൻ എന്താണ്? ട്രൂ ആയിരിക്കും അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്നായാൽ മതി. അപ്പോൾ നമ്മൾ ഇതാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ എന്താവും? ട്രൂ ആവും അല്ലേ? അപ്പോൾ ഇവിടെ ഇതെന്താണ്? നമ്മൾ ഇതിന് കൊടുക്കുന്ന വാല്യൂ ഏത് കൊടുത്തു കഴിഞ്ഞാലും എന്താണ്? ട്രൂ ആണ്. കാരണം ഇൻറ്റിജറാണ് ഇത് വരുന്നത്. ഇൻറ്റിജറിന് ഏത് വാല്യൂ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും വരും. അപ്പോൾ ഇവിടെ എക്സും എക്സ് സ്ക്വയറും ഒക്കെ ഈക്വൽ ആവുന്ന കേസ് എന്ന് പറയുന്നത് 0, 1 അപ്പോൾ അത് ഒന്നെങ്കിൽ അതോ അല്ലെങ്കിൽ ഇതോ ഉണ്ടായാൽ മതി. അപ്പോൾ എന്തായാലും ഇത് കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇത് കറക്റ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ, അതായത് there exists എക്സ് പി ഓഫ് എക്സ് ഡിസ്ജങ്ഷൻ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആണെന്ന് കിട്ടി. ഇനി അതുപോലെ ഇത് രണ്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് there exists എക്സ് പി ഓഫ് എക്സ് കൺജങ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ഡിസ്ജങ്ഷൻ അല്ല. കൺജങ്ഷൻ ആകുമ്പോൾ ആൻഡ് ആണ്, രണ്ടും ഉണ്ടാവണം അല്ലേ? അപ്പോൾ അതിലെ കേസിൽ എന്തായിരിക്കും വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഇവിടെ ഡിസ്ജങ്ഷൻ ആണ് ബട്ട് ഫോർ ഓൾ ആണ്. അപ്പോൾ അതിലെ കേസിൽ എന്താണ് ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.